ഇവിടെ ഞാൻ തന്നോടല്ല പറഞ്ഞു എൻ്റെ ഇപ്പോൾ കാശില്ലെന്ന്. കിട്ടുമ്പോൾ തരും. താനിപ്പോൾ പോകാൻ നോക്ക്. ചേട്ടാ 2 മാസം അടവ് പെൻഡിങ് ആണ്. ക്യാഷ് ഒന്ന് കിട്ടിയേ പറ്റൂ. സൗകര്യമല്ല തരാം. തനിക്ക് പറ്റുമെങ്കിൽ വാങ്ങിക്കോ. അല്ലെങ്കിൽ ആ വണ്ടി എടുത്തോണ്ട് വയ്ക്കോ. പാർട്സ് ആയിട്ടിട്ടുണ്ട് ആ വർഷത്തിൽ. ഹലോ, നീ എവിടെയാ? എടാ ഞാൻ ആ ശ്രീകാര്യം കോളനിയിലെ ദിവാകരൻ്റെ അടുത്താ. ഇവിടെ 2 മാസം അടവ് പെൻഡിങ് ആടാ. അയാൾ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കുന്നില്ല. ഇട്ട് വലിപ്പിക്കലാണ്. പൊന്നളിയാ പെശക സ്ഥല നൈസായിട്ടെങ്കിൽ ഡീൽ ചെയ്തിട്ട് പോരെ. വള്ളി പിടിക്കാൻ നിൽക്കണ്ട. ബാക്കിയൊക്കെ മാനേജർ നോക്കോളൂ. ശരി, ഓക്കെ എന്നാ. എടാ നിനക്ക് ബർത്ത്ഡേ ആയിട്ട് നാട്ടിൽ പോയി കൂടായിരുന്നോ? ഞാൻ അല്ലടാ, ചിലപ്പോൾ അവളെ കാണേണ്ടി വരും. എന്നാ നീ വീട്ടിട്ട് വാ, നമുക്ക് ഒരുമിച്ച് വരാൻ തിരിച്ച്. ഞാൻ അല്ലടാ, കുറേ അലക്കാനൊക്കെ ഉണ്ടാ. പിന്നെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. എന്നാ നീ എന്താന്ന് ചോദിച്ചു? ഇതാടാ ഞാൻ പറഞ്ഞ കുട്ടി. എടാ ഇത് കൊള്ളാലോ. എടാ ഇത് പറ്റിയ അവസരമാണ്, പോയി സംസാരിക്കും. ഇത്ര ആൾക്കാർ കുഴപ്പമില്ല. അതിനിപ്പോ എന്താ? വേണ്ട വേണ്ട വേണ്ട, ചുമ്മാ ഉണ്ടാക്കല്ലേ. വേണ്ട വേണ്ട വേണ്ട. ഹലോ, ഇത്ര ഉള്ളു കാര്യം. ഇതൊക്കെ ഒരു സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഹലോ. ഓട്ടോ നോക്കി നിൽക്കുവാണോ? ഇവിടുന്ന് അധികം ഓട്ടോ കിട്ടില്ല. കിട്ടില്ലേ? അല്ല എവിടേക്കാ? ഭാവനനഗർ. ഭാവനനഗറാണ്. ഇവൻ മൈത്രി നഗറാ. അല്ല അവിടെ എവിടെയാ? ഭാവനനഗറിലെ ഹോസ്റ്റലിന്റെ അടുത്തായിട്ട്. എവിടെയാണ്? കൊറേ ആയല്ലോ കണ്ടിട്ട്. വീട്ടിലേക്കാ? ഓക്കെ. ഏതോടെയൊന്നും അറിയില്ല. കറക്റ്റ് ടേബിൾ വലിയൊരു വന്നല്ലോ. അവസരം കിട്ടുമ്പോഴേ അത് ഉപയോഗിക്കണം, അല്ലാതെ നോക്കി എന്നിട്ട് കാര്യമില്ല. എടാ നിന്നെ കൊണ്ട് നടപടിയാവും തോന്നണ്ട. താമസിക്കുന്ന ഇവിടെ ഒന്നും മനസ്സിലായില്ല. ബാക്കിയാന്ന് നോക്കുക.